ഇന്ന് ഒരു ക്യാബേജ്, സവാള എല്ലാം ചേർത്തുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ക്യാബേജ് അരിഞ്ഞു, സവാള അരിഞ്ഞു, ഒരു തുണ്ട് ഇഞ്ചി, 2-3 എരിയുള്ള പച്ചമുളക് എരിയുള്ളതായിരിക്കണം. കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാളയും ഈ അരിഞ്ഞു വെച്ച ക്യാബേജും സവാളയും പച്ചമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം നമ്മളിത് ചേർക്കുന്നുള്ളത്. അങ്ങനെ ഒരു സ്പെഷ്യൽ മെഴുക്കുവരട്ടിയാണ്. വീട്ടിലൊക്കെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങനെ പഠിച്ചത്. ഇത് ചോറൊക്കെ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. പക്ഷേ പച്ചമുളക് നല്ല എരിയുള്ളതായിരിക്കണം. എരിയുള്ള പച്ചമുളകാണ് ഇതിന് ഏറ്റവും ബെറ്റർ. നല്ല എണ്ണ തെളിഞ്ഞ് നല്ല വഴണ്ട് വരുന്നവരെ മെഴുക്കുവരട്ടി എടുക്കണം. ഒരാവിക്ക് വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരാവി കയറ്റണം. ഒരു ജസ്റ്റ് പച്ച കെട്ട് കഴിയുമ്പോൾ ഇളക്കിയാണത് തോർത്തി എടുക്കേണ്ടത്. ഇഞ്ചി ചേർക്കണം. ഇഞ്ചി നല്ല മേലെ നിൽക്കണം. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഞാനീ ചെയ്യുന്നതെല്ലാം രാവിലത്തെ സമയത്താണ്. ഞാൻ ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാവിലത്തെ സമയത്ത് ചെയ്യുന്നതും വൈകിട്ട് എന്തെങ്കിലും ചപ്പാത്തിക്കോ ഒക്കെ റെഡിയാക്കുന്ന കറികൾ. ഇനി മറ്റ് വേറെ ഐറ്റംസും ഒക്കെ ഞാൻ ചെയ്യുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും എൻ്റെ ചാനൽ. ഒരുപാട് ബാഡ് കമൻറ്റും ഇടുന്നുണ്ട്. എൻ്റെ സ്വന്തം ഐഡിയയ്ക്കും എൻ്റെ ഒരു സ്വന്തം താല്പര്യപ്രകാരമാണത് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് നല്ലതായിട്ട് മെഴുക്കുവരട്ടി സ്കൂളിലും ഇങ്ങനെയൊരു മെഴുക്കുവരട്ടി ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ കൊടുത്തുവിടാം. നല്ലതാണ്. നമുക്കായാലും ജോലിക്ക് പോകുന്നവർക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു നല്ല ഐറ്റമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇനി അത് ആവി കയറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ആവി കയറ്റി അപ്പോൾ പിന്നെ നമ്മൾ ചവിട്ടി നല്ലതായിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്ത് തോർത്തി എടുക്കണം. കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തോർത്തി എടുക്കണം. നല്ല ടേസ്റ്റായ ഒരു ഐറ്റമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം. ചോറ് കഴിക്കുന്ന ഇത് മാത്രം. പെട്ടെന്ന് നമ്മൾ ഒരു വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ, കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി ഇത് തന്നെ റെഡിയാക്കിയാലും ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. ഇതിവിടെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മറ്റുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തോട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി അത്യാവശ്യം നല്ലതായിട്ട് റെഡിയായിട്ടുണ്ട്. ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അറിയാവുന്നവരാണെങ്കിൽ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാൻ വയ്യാത്തവർ അങ്ങനെയുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലതായിരിക്കും. അപ്പോൾ ഇളക്കി നല്ലതായിട്ട് തോർത്തി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അമ്മയൊക്കെയാണെങ്കിൽ നല്ലതായിട്ട് തോർത്തിയെടുക്കുക. വെള്ളമയം ഒക്കെ അങ്ങ് വിട്ടു പോകാൻ വേണ്ടിയാണ് കൂടുതൽ നേരം ഇളക്കും. തോർത്തി അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെയും പറഞ്ഞ് ഓക്കെ, താങ്ക് യു.